ഹായ് ഹലോ ദിസ് ഇസ് വിജിത രാമചന്ദ്രൻ. അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. മുരിങ്ങയുടെ പൂവ് കൊണ്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മുരിങ്ങമരം പൂക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. വളരെ സ്വാദിഷ്ടമായ അതുപോലെ തന്നെ ഹെൽത്തി ആയ ഒരു തോരനാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ മുരിങ്ങപ്പൂവ്. മുരിങ്ങയുടെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. 4-5 പ്രാവശ്യം നല്ല വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. റോഡ് സൈഡിലും മറ്റുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നന്നായിട്ട് അഴുക്കും പൊടികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി വൃത്തിയാവുന്നവരെ കഴുകിയെടുക്കുക. ഞാനിവിടെ ഒരു 5 പ്രാവശ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കണം. അതിലേക്കായിട്ട് ഒരു പിടി തേങ്ങ ചിരകിയത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 15 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, അത്രയും അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു പാന് എടുത്ത് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇതിടുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യുക. നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ആവശ്യത്തിന്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം മാറുമ്പോഴാണ് നമ്മളിനി പൂവിടാൻ പോകുന്നത്. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. തേങ്ങയൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് പൂവിടാം. അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയുടെ എരിവും ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ചേരണം. ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മളിതിന് വെള്ളം ഒഴിച്ച് വേവിക്കണമൊന്നുമില്ല, ആവിയിലാണ് വേവിക്കുക. അപ്പോൾ അത് അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുരിങ്ങപ്പൂവ് കൊണ്ടുള്ള തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നതുവരേക്കും ടാറ്റാ, ബൈ ബൈ.